ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ സെപ്പറേഷൻ സ്റ്റേജോ എങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആയിരുന്നോ, അതോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണോ? എന്താണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിന്റെ ക്ലാരിറ്റി, അല്ലെങ്കിൽ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം ആയിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു വ്യക്തിയുടെ പേരാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കിങ് ഓഫ് വാൻഡ്സ്, ദ എംപറർ, Four of Swords, Ace of Cups, Ten of Swords, Temperance, the Hanged Man, Seven of Swords, Knight of Swords, Queen of Wands, Four of Wands, Ten of Pentacles, the Devil energy, Ten of Cups, the Tower energy, Judgment, Six of Cups, Two of Cups, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇതിൽ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആയിരുന്നോ എന്നുള്ളതാണ്. എന്തായിരുന്നു അവരുടെ മനസ്സിലുള്ള ഒരു ഇമോഷൻസ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളെ ചതിച്ച് ചീറ്റ് ചെയ്ത് മാറിപ്പോയിരിക്കുന്നവരാണ്. ഒരു സൈലന്റ് ആയിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നവരുടെ എനർജി അല്ല കിട്ടിയിരിക്കുന്നത്. ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയിരിക്കുന്നവരാണ്. എന്നാൽ ഇവര് നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തിരിക്കുന്നതാണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്നുള്ളത് ഇവിടെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആയിരുന്നു. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൊമെന്റിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ കടന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാ രീതിക്കും ആശ്വാസം, കാര്യങ്ങൾ എല്ലാം പകർന്നു നൽകിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു സമയത്തൊക്കെയും നിങ്ങൾക്ക് നൽകിയിരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോവുക എന്ന് പറയുമ്പോൾ സമ്പത്തിന്റെ പുറകെ പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട്. അത് പക്ഷെ ഇവർ ഒരിക്കലും നിങ്ങളെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്ന എനർജി അല്ല. ഇവർ ഒരു അഡിക്ഷനിലേക്ക് പോയിരിക്കുന്ന അവസ്ഥയാണ്. മറ്റു ചില കേസുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് നമുക്കിവിടെ. അപ്പൊ ആ ഒരു രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും ഇവരൊരു അഡിക്ഷൻ കാര്യങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട്
ഇപ്പൊ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ വ്യക്തി സാന്നിധ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു അടുപ്പക്കുറവ് ആ ഒരു രീതിയിൽ വരിക, അങ്ങനെയൊക്കെ പോയിരിക്കുന്നവരാണ്. ഇവിടെ സമ്പത്തിന്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ വാക്കുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുക, തികച്ചും എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കിടയിൽ എപ്പോഴും നിരന്തരമായിട്ടുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, സമാധാനമില്ലായ്മ, ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ തമ്മിൽ ചിലപ്പോൾ തമ്മിൽ അടുപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തേർഡ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കും ചിലപ്പോൾ വന്നിരിക്കുന്നത്. പരിചയം എന്ന് പറയുമ്പോൾ അത്രയും ഭയങ്കര പരിചയം എന്നല്ല, എങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അറിയാവുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു സാന്നിധ്യം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ചിലവരുടെ കേസിൽ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴായിരിക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ കാര്യം, അതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത്. ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാതിരുന്ന സന്തോഷം, സമാധാനം, അതുപോലെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങളിൽ നിന്നാണ് ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ ഇത്രയും പെയിനിൽ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന പേഴ്സന്റെ സാന്നിധ്യം എല്ലാ രീതിക്കും ഒരു നീതി ലഭിക്കുന്നതിന് തുല്യമായിരുന്നു. ആ ഒരു രീതിയിൽ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നോക്കിയിരിക്കുന്നത്. കഴിഞ്ഞു പോയെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇവർ മനഃപൂർവ്വം നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വന്നതാണോ, ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോഴേ ഇവർക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്ലാനിങ്ങോട് കൂടിയാണോ വന്നിരിക്കുന്നത്, നിങ്ങളെ യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണോ, നിങ്ങളുടെ സമ്പത്ത് കണ്ട് വന്നിരിക്കുന്നതാണോ, അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് ഈ റീഡിംഗ് റെസനേറ്റ് ആവുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ അങ്ങനെ പ്ലാനിങ്ങോട് കൂടി ചീറ്റ് ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളല്ല. ഇവരുടെ ലൈഫിൽ ഇവര് ഭയങ്കരമായിട്ട് ആ ഒരു വേദനകളിലൂടെ കടന്നു പോയപ്പോൾ ഇവർക്കൊരു ആശ്വാസം, ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളും ഇവരെ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്, അതിനേക്കാൾ കൂടുതൽ സമാധാനം, കുത്തഴിഞ്ഞു കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘടന വന്നിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കടന്നുവരവിലൂടെയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളെയും നോക്കിക്കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകാനും നിങ്ങളുമായിട്ട് ലൈഫിലേക്ക് മുന്നോട്ടേക്ക് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനും ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്. 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ എല്ലാ രീതിയിലും ഇവരുടെ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നെ പരസ്പരം കൈമാറി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് ഇവർ നിങ്ങൾക്ക് നൽകിയിരുന്നത്. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കടന്നുവരവിലൂടെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇവർ നിങ്ങളെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നവരല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേട്ട് അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ ഒരു സ്നേഹമാണോ ഇവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കിങ് ഓഫ് വാൻഡ്സ് ആണെന്നുണ്ടെങ്കിലും ക്യൂൻ ഓഫ് വാൻഡ്സ് ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. രണ്ട് വ്യക്തികൾ ഒരുപോലെ ആഗ്രഹിക്കുന്ന എനർജി. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു ബന്ധത്തിലൂടെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇന്റൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവരോട് ഉണ്ടായിരുന്നത് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു എന്നുണ്ടെങ്കിൽ അതേ ഇന്റൻഷനോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്നത്. പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വന്നു പോയിരിക്കുന്ന ആ ഒരു വ്യത്യസ്തതയിലൂടെയാണ് ഇവർ പിന്നീട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം ഇവരുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലൈഫിനെ നോക്കിക്കണ്ട രീതി, അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു അഡിക്ഷനിലേക്ക് ഒരു സമയത്ത് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു അഡിക്ഷൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അസ്തമിച്ച് മാറിയിരിക്കുന്നു. അവരുടെ അഡിക്ഷൻസിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു.
ഒരു ക്ലാരിറ്റി അവർക്ക് തന്നെ ലൈഫിൽ ലഭിച്ചിരിക്കുന്നു. ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും ഇവരുടെ ലൈഫിൽ ഇവർ ആദ്യം ഒരു സമയത്ത് ഒരു വലിയ തകർച്ചയിൽ നിന്നപ്പോഴാണ് നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പരിചയപ്പെടലില് ഇവർ മറ്റു പല കാര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി മാറിപ്പോയി. എന്നാൽ ഇപ്പൊ അവർക്ക് അതിലും വലിയ രീതിയിൽ എന്തോ ഒരു തകർച്ച അവരുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി ഒളിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലൂടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോഴും ഇവർ ഈ ഒരു സമയത്ത് അവർക്ക് ലൈഫിൽ എല്ലാ രീതിക്കും ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതേ സമയത്താണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളും കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. ഇവർ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ പരിചയപ്പെട്ടത്, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇവർക്ക് എത്രത്തോളം കെയറിങ്, സപ്പോർട്ട്, സ്നേഹം, ആത്മാർത്ഥത എല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ഇവർ സ്വയം വിങ്ങുന്നുണ്ട്. അവർക്ക് എത്രയും വേഗം ഇതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സാഹചര്യത്തിലാണോ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറിപ്പോയിരിക്കുന്നത്, ഇവിടെ ചീറ്റിംഗ് ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു ഹൈഡിങ് കാണുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് എന്നുള്ളത് ഇവര് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവര് പ്ലാനിങ്ങോട് കൂടി ചീറ്റ് ചെയ്ത വ്യക്തികളല്ല. ഇവര് സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഏതൊക്കെയോ വ്യക്തികളിലേക്ക്, അതിപ്പോ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും പോയി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലവർ സമ്പത്തിന്റെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയി പെട്ടതായിരിക്കാം. ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഉള്ള ആഗ്രഹം കൊണ്ടിട്ട് അങ്ങനെ പോയിരിക്കുന്ന ഒരു എനർജി അല്ല എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും നോക്കുക. എത്ര പേർക്ക് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. റെസനേറ്റ് ചെയ്യുന്നവർ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. കാരണം ഈ ഒരു പേഴ്സൺ പോയി പെട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചില കമ്മിറ്റ്മെന്റ് ഇവർക്ക് അവിടെ നിന്ന് മാറാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അവര് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറണമെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ നടത്തണം. നിന്നുപോയൊരു ബന്ധമാണ് ഇത് എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു പഴയ പോലെ തന്നെ ഇതൊന്ന് വന്നിരുന്നെങ്കിൽ ഇവരുടെ ലൈഫിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ണർ നിങ്ങൾ തന്നെ ആയിരുന്നു. അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും. നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരികയും ചെയ്യാണ്. അതോടൊപ്പം ഇവർ നിൽക്കുന്ന സാഹചര്യത്തില് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ ഇവർ പല കാര്യങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയത് അതല്ല ജീവിതം എന്നുള്ള ക്ലാരിറ്റി അവർക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് സഡൻ ആയിട്ട് സാധിക്കണം എന്നില്ല. ഇവരുടെ കുറച്ച് കോംപ്ലിക്കേഷൻ കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിൽ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗത്ത് നിന്നും കുറച്ച് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവരായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്ട് ആവാതിരിക്കാൻ റീസൺ ആയിട്ട് തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. ഒരു ഫിയർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ഭയം നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭയത്തിലാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഫോർ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ്. ഈ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ട ആ ഒരു സ്ട്രക്ചർ അത് വീണ്ടെടുത്ത് കൊണ്ടുവരണം എന്നുള്ള ചിന്തകളുണ്ട്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാ രീതിക്കും ഒരു ടൈം ടേബിൾ പോലെ എന്ന് വെച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രക്ചറിലൂടെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം എന്നൊരു മെന്റാലിറ്റിയാണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ സ്റ്റക്ക് ആയി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടി വന്ന് നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു വിളിച്ചിട്ട് പിന്നീട് വീണ്ടും തിരിച്ചു പോവുക, അങ്ങനത്തെ ഒരു രീതിയല്ല. ഇവരൊരു പ്രകാശമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. 10 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരു സമയം ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളൊരു പ്രകാശമായിട്ട് കടന്നു വന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോൾ അവരായിട്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും അണച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും അത് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ കംപ്ലീറ്റ്ലി അതൊരു ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം. ഒരു ടെമ്പററി പോസ്റ്റ് എന്നുള്ള രീതി നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ള മെന്റാലിറ്റി തന്നെയാണ് ഇവരിലുള്ളത്. ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ നൽകണം. മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റ്, ഇപ്പൊ നിങ്ങളൊരു വിവാഹത്തിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ നിങ്ങൾ ഫാമിലി ആവാനുള്ള സാധ്യതയും വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്.
കാരണം ഇവിടെ വന്നിരിക്കുന്ന ഫാമിലി കാർഡാണ്. 10 ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും 10 ഓഫ് പെന്റിക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി എനർജിയാണ്. ഇവര് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പോയിരുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ സമ്പത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നേടിയിട്ടുണ്ട് എന്തായാലും. പക്ഷെ അവർക്കത് ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. അതോടൊപ്പം അവർ നിങ്ങളോട് നീതിപൂർവമല്ല പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊരു ചിന്തകളും. ഇവിടെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ പോലും അത് മാനസികപരമായിട്ടാണ് കൂടുതലായി കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിടെ നിന്നോ ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ലൈഫിൽ. ചീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാ രീതിയിലും ലൈഫിൽ സ്റ്റക്ക് ആയി നിൽക്കുന്നു. ആ ഒരു മനസ്സമാധാനം ലഭിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസവും ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വീണ്ടും ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. വളരെയധികം ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൽ ഒരു കളങ്കമോ കാര്യങ്ങളോ ഒന്നും തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവർ തന്നെ ഓർത്തെടുക്കുകയാണ്. കാരണം ഈ ഒരു പേഴ്സൺ തന്നെയാണ്, ഇത് നൊസ്റ്റാൾജി എനർജിയാണ് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ. ഇവരായിട്ട് തന്നെ കഴിഞ്ഞുപോയ ആ ഒരു കാലങ്ങളെല്ലാം ഓർത്തെടുക്കുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഇവർ നിങ്ങളിലേക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണല്ലോ തന്നിരുന്നത്. ആണ് തന്നിരുന്നത് എന്നുള്ളതല്ല, ആണല്ലോ തന്നിരുന്നത് എന്നുള്ളത് ഇവർ തന്നെ ചിന്തിക്കുകയാണ്. പിന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റു പല കാര്യങ്ങളോടും വന്നിരിക്കുന്ന ആ ഒരു അഡിക്ഷൻ, അതുകൊണ്ടാണ് ഇവർ മാറിപ്പോയിരിക്കുന്നത്. കാരണം ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്താണ് നിങ്ങളെ പരിചയപ്പെട്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ ഒരു സ്ട്രഗിളിങ് ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ ഇവർ മറ്റു പല വ്യക്തികളെയും പരിചയപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വന്ന സാഹചര്യത്തിൽ നിങ്ങളെക്കാൾ കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഇവരിലേക്ക് അട്രാക്റ്റ് ആയിട്ട് ഇവരിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളാണ്. ഇവർ അങ്ങോട്ട് പോയിരിക്കുന്ന എനർജി അല്ല, നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്കാണ് വ്യക്തികളായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ ആ വന്ന സമയത്ത് ഇവർക്ക് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ചീറ്റിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തെ ഇനി റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുമോ? എല്ലാ രീതിയിലും നിങ്ങൾ അവർക്ക്, അതുപോലെ അവർ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. പ്രധാനമായിട്ട് ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് അത് വീണ്ടും അവരുടെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെയാണ് അവർ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സപ്പോർട്ട് വീണ്ടും ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ച് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് വളരെ ഫോക്കസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും. കാരണം ഇവർ നിങ്ങളെ പ്ലാനിങ്ങോട് കൂടി ചീറ്റ് ചെയ്ത വ്യക്തികളല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ഈ വാണ്ട് എനർജി എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച വ്യക്തികളാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും അതുപോലെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചാലും വീണ്ടും ഈ ഒരു ജേർണി വളരെയധികം ഒരു സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുപോലെ അവർക്ക് അവരുടെ ലൈഫിൽ അവരിപ്പോൾ തിരഞ്ഞു നടക്കുന്ന ആ ഒരു പീസ് അല്ലെങ്കിൽ ആ ഒരു സമാധാനം അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഇവരുടെ ലൈഫിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പീസ് അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമാധാനം അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നീതിപൂർവ്വം പ്രവർത്തിക്കുക തന്നെ വേണം. ആ ഒരു നീതിപൂർവ്വം അല്ലാത്ത രീതിയിൽ ഇവർ ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു കർമ്മ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ലവിലേക്ക് മാത്രം ഇവർ ഫോക്കസ് ചെയ്തു പോയി. അതാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിരിക്കുന്ന ഒരു കാര്യം. ഒരു സമയം വരെ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകിയിരുന്ന വ്യക്തികൾ ഏതോ ഒരു നിമിഷത്തിൽ അവരുടെ മനസ്സ് കൈവിട്ട് പോയ സമയത്ത് അവരിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നതാണ് നിങ്ങളിലേക്കുള്ള ആത്മാർത്ഥത കുറയാനുള്ള ഒരു റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവര് എക്സ്റ്റേണൽ ലവിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തു പോയ വ്യക്തികളല്ല. ഇവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. ഇവിടെ ചീറ്റിംഗ് എനർജി കാണിച്ചിരിക്കുന്നതിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ കൂടുതലായിട്ട്. അതായത് സാമ്പത്തികപരമായ കാര്യമാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. വൈകാരികപരമായ എനർജി അല്ല.
ഇവര് സമ്പത്തിലേക്ക് ഭയങ്കര ആകർഷണപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക് പോയവരാണ്. എന്നാൽ ഇപ്പൊ എന്തായാലും ഒരു സമാധാനവും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സമാധാനം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്, മനസ്സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിക്കും ഒരു പരിപൂർണ്ണ തൃപ്തി അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് ലൈഫിൽ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് സാരം. അപ്പൊ കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ജെന്യുവിനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇനി മറ്റൊന്നും വേണ്ട, സമാധാനം മതി, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം മതി എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഒരു forgiveness-ഉമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ഈ ഒരു person വളരെയധികം chance ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്കൊരു നീതി ലഭിക്കാനായിട്ട് നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് അവര് തന്നെ മനസ്സിലാക്കുകയാണ്. വളരെയധികം passionate ആയിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോ completely focus ചെയ്തിരിക്കുന്നത്. മനസ്സുകൊണ്ട് തന്നെ അവർക്കൊരു clarity വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് അവരായിട്ട് തന്നെ universe-നോട് ഒരുപാട് gratitude ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു person നെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങളെപ്പോലെ ഒരു person എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ രീതിക്കും perfect ആണ് എന്നുള്ള meaning അല്ല ഇവിടെ എടുക്കുന്നത് ട്ടോ. അപ്പൊ ചിലവര് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും. നമ്മൾ എന്താ അങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെയല്ല. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ okay ആയിട്ടുള്ള partner ആണ് നിങ്ങൾ. അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു partner. എല്ലാവർക്കും ഒരു മനസ്സിലൊരു image ഉണ്ടാവും. അതിപ്പോ physically ആയിക്കൊള്ളട്ടെ mentally ആയിക്കൊള്ളട്ടെ എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു partner വേണം എന്നുള്ള ഒരു രീതി. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിന് അറിഞ്ഞു കിട്ടിയിരിക്കുന്ന ഒരു partner തന്നെയായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചെയ്ത ആ ഒരു കാര്യത്തിൽ വളരെയധികം കുറ്റബോധം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് തോന്നിയിരിക്കുന്നത്. ഇവരിപ്പോ വളരെയധികം ഒരു patience ഓടുകൂടി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് focus ചെയ്തിരിക്കുന്നത്. ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. വളരെയധികം patience എന്ന് പറയുമ്പോൾ ഇവർ manifest ചെയ്യുന്നുണ്ട്, visualize ചെയ്യുന്നുണ്ട്. വീണ്ടും പഴയ പോലെ ഒക്കെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ട് അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സമയം നിങ്ങളുടെ person നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയായിരുന്നു. പുറത്തുനിന്നുള്ള വ്യക്തികളുടെ കൈകടത്തല് കാര്യങ്ങളൊക്കെ വന്നിരുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റാണ് എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് share ചെയ്യാനും തുറന്നു പറയാനും കാര്യങ്ങൾക്കും ഒക്കെ ഇവർ തയ്യാറെടുത്തിട്ടുമുണ്ട്. okay അപ്പൊ planning ഓട് കൂടി cheat ചെയ്തിരിക്കുന്ന ഒരു person energy അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ മുതലേ ഒരു relationship ഓ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു aim വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെ energy അല്ല ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു reading ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് comment ചെയ്ത് അറിയിക്കുക. reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ relationship ആയിട്ടും ഒക്കെ clues കൂടെ എത്രത്തോളം connected ആണ് എന്നുള്ളത് check ചെയ്ത് നോക്കുക. D എന്നൊരു letter Aries zodiac sign ആണ്. M എന്നൊരു letter 1982 September month. K എന്നൊരു letter കൊല്ലം. R എന്നൊരു letter V Capricorn. കൊല്ലം again വന്നിട്ടുണ്ട്. A എന്നൊരു letter രോഹിണി. 28 R again വന്നിട്ടുണ്ട്. മകയിരം എന്നൊരു star വന്നിട്ടുണ്ട്. 22 35 32 June month. ഉത്രിട്ടാതി എന്നൊരു star. ജൂലൈ month. ഏപ്രിൽ എന്നൊരു month വന്നിട്ടുണ്ട്. മകം 34 ഭരണി 10 എന്നൊരു number. സാജിറ്റേറിയസ് ബാംഗ്ലൂർ. സ്കോർപിയസ് വന്നിട്ടുണ്ട്. പൈസസ് ടോറസ് സോഡിയാക് സൈൻ കുറെ അധികം വരുന്നുണ്ട്. എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല കേട്ടോ, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം.
അപ്പൊ എല്ലാം വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഇതാണ് റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.